ഗുഡ് ഈവനിങ്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ വൈകുന്നേരം ഒരു 5-5:30 മണിയായി. ഞങ്ങൾ ചെറിയൊരു കൃഷിയൊക്കെയായിട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഇത്രയും നേരം പുറത്തേക്ക് ഇറങ്ങാനേ പറ്റില്ലായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. നമ്മുടെ താഴത്തെ ഈ പറമ്പിലുണ്ടല്ലോ, ഈ താഴത്തെ പറമ്പിൽ കുറച്ച് ചീരവിത്തൊക്കെ നടാൻ ഓർത്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീര കഴിക്കാൻ. ചീരത്തോരൻ, പിന്നെ ചീര പരിപ്പിനകത്തിട്ട് കഴിക്കുന്നത് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കണം. വീടിന് മുമ്പിൽ മമ്മി കുറേ ചീര നട്ട് വെച്ചിട്ടുണ്ട് ഗ്രോ ബാഗിൻ്റെ അകത്ത്. പക്ഷെ എന്നാ കുഴപ്പമെന്ന് വെച്ചാൽ ഭയങ്കര സൂര്യൻ്റെ വെയിൽ കാരണമേ അതൊന്നും ശരിയാവുന്നില്ല, കുറച്ച് വാട്ടമൊക്കെ വരും. താഴെ ആകുമ്പോൾ നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. തണലല്ല, സൂര്യനുണ്ട്, വെയിലുണ്ട്, പക്ഷെ എന്നാലും മുമ്പിലത്തെ വെച്ച് നോക്കുമ്പോൾ പേദ. അപ്പോൾ അതുകൊണ്ട് അവിടെ കുറച്ച് ചീരയൊക്കെ നടന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ചെടിക്കൊക്കെ ഇടാൻ വേണ്ടി മമ്മി താഴത്തെ ഏതോ വീട്ടിൽ കുറച്ച് ചാണകമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. ജോലിയൊക്കെ ഇല്ലാതെ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് നാട്ടിൽ വന്ന് നിൽക്കുമല്ലേ, നോ പറയാൻ പറ്റത്തില്ലല്ലോ. ചാണകമൊക്കെ വാരിയിട്ട് വരാം, എന്നാ ചെയ്യാനാ. ഈ താഴത്തെ പറമ്പിൽ ചീര നടാന്ന് ഓർത്തോണ്ടാണ്. ഇവിടെ കുറേ സ്പേസ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ മണ്ണൊക്കെ വെട്ടിക്കൂട്ടി ചീര നടാന്ന് ഓർത്തത്. ഇതാണ് നമ്മുടെ ചീരവിത്ത്. മമ്മി ചാണകം വരാൻ പോയിക്കൊണ്ടിരിക്കുക. എവിടുന്നാ മമ്മി എടുക്കുന്നേ? കുറേ പോകാനുണ്ടോ? ഓ, ഇത് കുറച്ച് ദൂരം ഉള്ളല്ലോ, 1 കിലോമീറ്റർ നടക്കാനുണ്ടല്ലോ ചാണകം വരാൻ. മമ്മി ഭയങ്കര പണിയാട്ടോ തന്നെ. ഇത് താഴത്തേക്ക് ഇറങ്ങി പോണേ. എവിടെയാ മമ്മി സ്ഥലം? ഇത് എവിടുന്നാണോ ഈ കയറ്റം പോയി തിരിച്ചു കയറണ്ടേ മമ്മി? പിന്നെ നമ്മള് കണ്ടു. റോട്ട് പോണോ? അങ്ങനെ ചാണകപ്പൊടി റെഡിയായി. അങ്ങനെ ചീരവിത്തും മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് താഴെ പോയിട്ട് ഇനി നട്ടു വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നട്ടു വെക്കാം. ആദ്യ ഭാഗം ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കാം. എത്ര അടിച്ചിട്ടും കാര്യമില്ല, കാരണം മുകളിൽ നിന്ന് ഇങ്ങനെ കാറ്റ് വരുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് മൊത്തം കൊഴിയും. ചൂടുകാലമല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്നാലും നമുക്കിവിടെ ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ട് മണ്ണൊക്കെ വെട്ടിക്കൂട്ടി ചീര നടാം. ഇത്ര ഭാഗം എടുക്കണ്ടല്ലോ. ഓക്കെ, കല്ല് ആദ്യമേ എടുത്ത് മാറ്റ്. ഈ ഭാഗത്ത് ചതുരത്തിലെടുക്കാം. എൻ്റെ ക്യാമറാമാൻ മമ്മിയാട്ടോ. അപ്പം ഞാൻ എന്തായാലും കല്ലൊക്കെ എടുത്ത് മാറ്റട്ടെ. തൂമ്പ എന്തേ? തൂമ്പ എവിടെ? തൂമ്പ അതായിരിക്കുന്നു. എവിടെ? ഞാൻ നാട്ടിൽ നിന്ന് പോകുമ്പോഴേക്കും കർഷകശ്രീ മെയിനും ആകുന്ന തോന്നുന്നു. മണ്ണെ ഉണങ്ങി കല്ല് പോലെ ഇരിക്കണേ അല്ലേ? അവിടുന്ന് മേളിൽ നിന്ന് തൊട്ട് താഴോട്ടല്ല കിളയ്ക്കേണ്ടത്, താഴേന്ന് മേളിലോട്ട് കിളയ്ക്കണം. ആ താഴെ നമ്മളിപ്പോൾ ഒരു ലെവൽ എടുക്കുന്നില്ലേ, ആ ലെവലിൻ്റെ അവിടുന്ന് മേളിലോട്ട് കിളയ്ക്കണം. മേളിലോട്ട് കിളക്കണം വെച്ചാൽ അവിടുന്ന് കിളച്ച് കൊത്തി കിളക്കി കൊണ്ടുവരണം. അങ്ങനെ കിളയ്ക്കാൻ പറ്റിയാൽ അന്നേരം ഇവിടെ കിള കിട്ടാത്ത സ്ഥലങ്ങൾ വരും. അതുകൊണ്ട് അല്ല, നീ അവിടുന്ന് എടുക്ക്, തിരിഞ്ഞു നിന്നേച്ച്. അങ്ങനെ ലെവൽ വിട്ട് കിളയ്ക്ക. ഞാൻ പറഞ്ഞത് വെള്ളം നനച്ചിടണം. ഇത്രയും സ്ഥലമാണ് നമ്മൾ ചീര ഇടാൻ വേണ്ടി എടുത്തേക്കുന്നത്. ഒരുപാടൊന്നും എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. കാരണം നമുക്ക് ഒറ്റ പാക്കറ്റ് ചീരയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് ഇട്ടിട്ട് പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മണ്ണൊന്ന് കുതിർക്കാൻ വെച്ചിട്ട് ചീര നടാം. മറിക്കുക. എന്താ നന്നായിട്ട് ഉണങ്ങിപ്പോയിരുന്നു ചാണകം, മുകളിലത്തെ മുഴുവൻ അല്ലേ അമ്മി? താഴത്തെ വെച്ചിട്ട് നമുക്ക് എടുത്തിടാം. ഞെരടി എടുക്കുക, പൊടിയാക്കി എടുക്കുക, പൊടിച്ചെടുക്കുക. ആദ്യം അങ്ങോട്ട് കുറച്ച് എടുത്തിടാം. ബാക്കി ഇത് നനഞ്ഞിരിക്കുന്നത് പൊടിച്ചോ. അപ്പുറത്ത് നനഞ്ഞിരിക്കുന്നുണ്ടോ? അത് അങ്ങ് പൊടിച്ചെടുക്കുക. എഡ്ജിലേക്ക് ഇടാം. വെള്ളം തളിച്ചു കൊടുക്കാം. മണ്ണ് ഭയങ്കര ഉണങ്ങി കിടക്കുന്നതേ അല്ലേ? ഭയങ്കര കിടക്കുന്നത്. ശരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല കേട്ടോ ചീര നടന്ന്. ശരിക്കും ശാസ്ത്രീയമായി ചീര ഇടുന്ന ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. ഇത് എനിക്കറിയാവുന്ന രീതിയിൽ ചീര ഇട്ട് വെച്ചാൽ ഉണ്ടാവുമായിരിക്കും. കാരണം കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇങ്ങനെ ഇട്ട് വെച്ചാൽ പിടിച്ചില്ലായിരുന്നോ? അതൊക്കെ പിടിക്കുമായിരിക്കും. പക്ഷെ കഴിഞ്ഞ വട്ടം കുറച്ച് കുമ്മായപ്പൊടിയൊക്കെ ചേർത്തായിരുന്നേ. കുമ്മായപ്പൊടി വേണമെങ്കിൽ തരാം. ഇരിപ്പുണ്ടോ? വേണമെങ്കിൽ തരാന്നോ? അതെന്ത് പരിപാടിയാ? കുമ്മായപ്പൊടി വേണ്ട.
ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു വര പോലെ ഇട്ട് കൊടുത്തുട്ടോ ഇവിടെ ഈ മണ്ണിൻ്റെ അകത്തെ. അപ്പം അങ്ങനെയാണ് ഈ ഒരേ റോയിലുണ്ടായി വന്നോളൂല്ലോ എന്ന് വിചാരിച്ചാണ്. നോക്കാം, ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി പുറത്തേക്കും കൂടെ ഉള്ളത് കിട്ടോ, ഒരു റോയും കൂടെ. ഇവിടെ കൊണ്ടായിരുന്നത് അരി ഉണ്ടെന്ന് പറഞ്ഞത്. ഒരുപാട് ഇളക്കുന്നില്ല, കാരണം വിത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോവും. ഞാൻ കറന്നോട്ടെ. അപ്പം കറക്റ്റ് റോ അനുസരിച്ച് വൃത്തിക്കുണ്ടായി വന്നത്, ചറ പറ ഉണ്ടായി വരാതെ അല്ലേ. അങ്ങനെ അതിവിദഗ്ധമായ എൻ്റെ ചീര കൃഷി, ചീരയുടെ എന്തൊരു പരിപാടി, ചീര വിത്ത് നടൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ദിവസങ്ങളിൽ പടവലം, വെണ്ട എല്ലാം ഇപ്പം തന്നെ ഇത് നടാം. ഇനി വേറെ പണിയൊന്നുമില്ല. മമ്മി ഇങ്ങനെ ഉണ്ടല്ലോ കുപ്പിയിൽ നിന്ന് പോകുമ്പോൾ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുമോ. ഞാൻ തൂമ്പെടുത്ത് ഇറങ്ങിയപ്പോഴേക്കും അടുത്ത കുഴി ഒഴിക്കുക, അടുത്ത സാധനം നടാം. അതൊന്നും പറ്റത്തില്ല. ഇന്നത്തെ പണി എൻ്റെ കഴിഞ്ഞു. ഇനി നാളെ അടുത്ത പണി. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. നിറച്ചും മണ്ണ കഴുകട്ടെ. ബൈ.